ഹലോ നമസ്കാരം. എസ് രാജമൗലി സംവിധാനം ചെയ്ത് മഹേഷ് ബാബു നായകനായി എത്തുന്ന സിനിമയാണ് വാരണാസി. ചിത്രം 2027 വരുന്നത്. ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചിത്രം ഐമാക്സിലാണ് റിലീസ് ചെയ്യുന്നത്. വിപിൻ ദാസ് സംവിധാനം ചെയ്ത വായ സീരീസിലെ നായകന്മാരായ ജോമോൻ ജ്യോതിറും അലൻ ബിൻ സിറാജും തമ്മിലുള്ള ഒരു കോംബോ ചിത്രം ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പൂച്ച സർ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. നമ്മുടെ നാനി നായകനായി എത്തുന്ന പുതിയ ചിത്രമാണ് പാരഡൈസ്. സിനിമ സെപ്റ്റംബറിലാണ് റിലീസ് ഉദ്ദേശിക്കുന്നത്. സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധാണ്. അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന പുതിയ മൂവി ജൂൺ 24 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT വഴി വേൾഡ് വൈഡായിട്ട് റിലീസ് ചെയ്യുകയാണ്. മോഹന സീരീസിലെ പുതിയ ചിത്രം ഐമാക്സിലൂടെ തിയേറ്ററിക്കൽ റിലീസായിട്ട് ജൂലൈ 10 വേൾഡ് വൈഡായിട്ട് റിലീസ് ചെയ്യുകയായിരുന്നു. ആലിയ ഭട്ട് ഒരു പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു പുതിയ സിനിമയാണ് ആൽഫ സിനിമയുടെ ടീസർ ഇപ്പോൾ ടീം പുറത്തുവിട്ടിട്ടുണ്ട്. സ്പൈഡർമാൻ സീരീസിൻ്റെ പുതിയ സിനിമയായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമ വേൾഡ് വൈഡായിട്ട് തിയേറ്ററിക്കൽ റിലീസായിട്ട് ജൂലൈ 31 തന്നെ റിലീസാകുമെന്ന് ടീം ഇപ്പോൾ ഒഫീഷ്യലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വായ 2 സീരീസിലെ ലീഡ് റോളിൽ അഭിനയിച്ച ഹാഷിറും മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒരുമിക്കുന്ന ഒരു സിനിമ ഇപ്പോൾ മേള എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം റൂമേഴ്സായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് ശക്തമായിട്ടുണ്ട്. ചിത്രം മേ ബി സംഭവിക്കാം. അതുപോലെ തന്നെ ചിയാൻ വിക്രമിൻ്റെ ചിയാൻ 63 എന്ന മൂവി ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഡയറക്ടർ ആനന്ദ് ശങ്കറാണ്. ഈ കഴിഞ്ഞ മെയ് 14 റിലീസായ സിനിമയായിരുന്നു അതിരടി സിനിമ ഇപ്പോൾ 70 കോടിയിലധികം കളക്ഷൻ നേടിയെന്ന് ചിത്രത്തിൻ്റെ ടീം ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. 30 ദിവസത്തിനുള്ളിലാണ് സിനിമ 70 കോടിക്കപ്പുറം കളക്ഷൻ നേടിയത്.